പ്രതിഷേധം വിജയിച്ചു. കേരളത്തിൽ ആരെന്ത് ധരിക്കണമെന്നും ആരെവിടെ പോകണമെന്നും എന്ത് കഴിക്കണമെന്നും മോറൽ പോലീസിംഗ് തുടങ്ങിയാൽ ഇത് ജനാധിപത്യം അല്ലാതെ മാറും. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു സഹപ്രവർത്തനം ഉൾപ്പെടെ എന്ത് ധരിക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? വരട്ടെ, അവസാനത്തെ വണ്ടി പോയി കഴിഞ്ഞാൽ അവസാനിക്കും. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതുവഴി പൂജപ്പുരയിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ചാണ്ടിയുടെ ഭാഗത്തു നിന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇരുന്നുള്ള പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് ഉള്ള മറ്റ് പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ ഈ സമരം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അപ്പുറം ഡിവൈഎഫ്ഐ പ്രവർത്തകരും മറ്റുമുണ്ടായിരുന്നു, അവരവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ആ വഴിയിലെ ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ മുഖ്യമന്ത്രി വാഹനത്തിലിരുന്ന് ചാണ്ടിയുടെ പ്രതിഷേധം കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പൂർണ്ണമായും കടന്നുപോയപ്പോൾ ഗതാഗതം തുറന്നു കൊടുത്തിരിക്കുന്നു. ഈ വാഹനവ്യൂഹം മുഴുവൻ കടന്നുപോയപ്പോൾ ഇനി ഞാൻ പോവാണ്. മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്ന് കണ്ടിരുന്നു. ചാണ്ടി മടങ്ങുകയാണ്. പുതുപ്പള്ളി ഹൗസിലേക്ക് തന്നെ മടങ്ങുന്നു. വന്നപ്പോൾ കൊണ്ടുവന്ന കസേരയുമായാണ് മടക്കം. ആകെ ഉണ്ടായിരുന്നത് ചാണ്ടിക്കൊപ്പം വളരെ കുറച്ച് ആളുകൾ മാത്രം. ചാണ്ടിക്കൊപ്പം ഏറ്റവും അടുത്ത സരിനെ പോലെയുള്ള നേതാക്കന്മാർ മാത്രമാണ് ഇവിടെ ഈ പ്രതിഷേധം നടക്കുന്നതറിഞ്ഞ് ഇവിടേക്ക് എത്തിയത്. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മറ്റ് വേദികളിലേതുപോലെ ആയിരുന്നില്ല. ഈ പൂജപ്പുരയിൽ നിയമമണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്ന വേദിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ചാണ്ടിയുടെ ഈ പ്രതിഷേധം നടന്നത്. അതിനാൽ തന്നെ ഈ പ്രതിഷേധം നടക്കുന്നുണ്ടെന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തിയിരുന്നു. പോലീസുകാരേക്കാൾ അധികം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ താഴേക്ക് വന്ന് ഇവിടെ തമ്പടിക്കുന്നത് കാണാമായിരുന്നു. റോഡിന് അപ്പുറവശവും ഇപ്പുറവശവുമായാണ് ഈ ചാണ്ടിയും ഡിവൈഎഫ്ഐക്കാരും ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ചാണ്ടിയുടെ പ്രതിഷേധം ഇതിനപ്പുറത്തേക്ക് ഈ കസേരയിൽ ഇരുന്നുള്ള കറുപ്പ് വസ്ത്രം അറിഞ്ഞുള്ള പ്രതിഷേധത്തിനപ്പുറത്തേക്ക് മറ്റ് പ്രതിഷേധങ്ങളില്ല എന്ന് ചാണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഡിവൈഎഫ്ഐക്കാരോട് പ്രതികരണം തേടിയപ്പോഴും ഡിവൈഎഫ്ഐക്കാരും പറഞ്ഞത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്, മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകില്ല എന്നുള്ളതായിരുന്നു അവരും പറഞ്ഞത്. അതിനാൽ തന്നെ പോലീസും വലിയ ആശ്വാസത്തിലായിരുന്നു. അങ്ങനെ തന്നെ രണ്ടു കൂട്ടരും പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഒരു കരിങ്കൊടി പോലും ചാണ്ടി വീശിയതും ഇല്ല. ചാണ്ടിയായിരുന്ന് നേരത്തെ കറുപ്പ് വസ്ത്രം അറിഞ്ഞുള്ള പ്രതിഷേധം അങ്ങനെ തന്നെ മുഖ്യമന്ത്രി പോയപ്പോഴും തുടർന്നു. ഡിവൈഎഫ്ഐക്കാരാണെങ്കിൽ മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി കടന്നു പോയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പൂജപ്പുരയിലെ നവകേരള സദസ് നടക്കുന്ന വേദിയിലേക്ക് പോയിട്ടുണ്ട്. ചാണ്ടി ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്.